ടോട്ടലായിട്ട് 24 സെന്റ് സ്ഥലത്ത് 3500 സ്ക്വയർ ഫീറ്റ് വരുന്ന കൊട്ടാരം കണക്കൊരു വീട് സ്വന്തമാക്കാം കേട്ടോ. ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്ത പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ ഒരിക്കൽ പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോട് ചേർന്ന് തന്നെ സെയിം ഓണറിൻ്റെ വലിയൊരു വീട് കൂടെ വിൽപ്പനയ്ക്കുണ്ട്. ഈ പ്രോപ്പർട്ടി വന്നിട്ട് ഈ കയ്യിൽ എന്താ ഇരിക്കുന്നതെന്നല്ലേ, ഇതേ നോക്കിയേ. ഇത് ഹോം സ്റ്റേ ആയിട്ടൊക്കെ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ. നിങ്ങൾക്ക് സ്വന്തം ആവശ്യത്തിന് വേണമെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കാം. ഇനി അതല്ല ഇതുപോലെ ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ഒരു വാടകയൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. എങ്ങനെയാ വെച്ചാൽ വർക്കലയിൽ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലൊരു ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ആയിട്ടൊക്കെ വാടകയ്ക്ക് എടുക്കുന്നവർ ഒത്തിരി അധികമാണ് കേട്ടോ. നമുക്കിവിടെ ഡെയിലി റെൻറ്റ് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഇതിൻ്റെ വാലിഡിറ്റി വന്നിട്ട് നമുക്കൊരു 6 മാസം വരേക്കും ഹോം സ്റ്റേയുടെ ലൈസൻസ് ഇപ്പം നിലവിൽ നമുക്ക് ആ ഒരു ലൈസൻസ് അവൈലബിൾ ആണ്. വേണമെന്നുണ്ടെങ്കിൽ അതിന് ശേഷം നിങ്ങൾക്ക് ഇത് റെനോവേറ്റ് ചെയ്യാവുന്നതാണ്. പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം. നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലങ്കോടിന് സമീപമാണ്. ആലങ്കോട് ജംഗ്ഷനിൽ നിന്ന് വർക്കല റൂട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും തൊപ്പിച്ചെന്ന ജംഗ്ഷൻ വരും. അവിടെ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി കവലയൂരൊക്കെ പോകുന്ന റോഡ് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 3/4 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയാണ്. ഇത് ടോട്ടലായിട്ട് 24 സെന്റ് സ്ഥലമാണ്. അതിനകത്ത് 2 TCയോട് കൂടി 3500 സ്ക്വയർ ഫീറ്റിൽ ആഡംബര രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ്. ഇതിനകത്ത് കാണുന്ന ഫർണിച്ചർ അടക്കം നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇത് മേളിലും താഴെയായിട്ട് സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ 2 ഫാമിലിക്ക് താമസിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഔട്ട് ഹൗസ് ഒത്തിരി അധികം അലങ്കാര പണികളെല്ലാം കൂടെ ചെയ്തിട്ടുള്ള അടിപൊളിയൊരു വീടാണ്. നമ്മുടെ ഈ വീട് പൂർണ്ണമായിട്ടും ലാറ്ററൈറ്റ് സ്റ്റോണിൽ, അതായത് വെട്ടുകല്ലിലാണ് നമുക്ക് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ബാക്കി ദൃശ്യങ്ങൾ കാണാം. വീടിന് ചുറ്റുവട്ടം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗാർഡനിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. ചുറ്റിലും പാകിയിട്ടുള്ള കല്ല് നോക്കി എല്ലായിടത്തും കരിങ്കല്ലാണ് പാകിയിട്ടുള്ളത് കേട്ടോ. ആ കരിങ്കല്ല് തന്നെ ഡിഫറൻറ്റ് കളറിലുള്ള കല്ലുകളാണ് പാകിയിട്ടുള്ളത്. ഇതിനെയാണ് പോളിഷ് ചെയ്ത് നമുക്ക് ഗ്രാനൈറ്റ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ പിൻവശത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. ഈ രീതിയിലാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം ഉള്ളത്. ടോട്ടലായിട്ട് 24 സെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഗ്രാൻഡായിട്ടുള്ള ചുറ്റുവട്ടമാണ് വീട്ടിനുള്ളത്. ഇതുപോലുള്ള ഗാർഡനിങ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് ഇത് കിണറുണ്ട്. ഈ കാണുന്നത് കിണറല്ല, ശരിക്കും ഒരു കോയി പോണ്ടാണ് കേട്ടോ. നോക്കി നിറയെ മീനുകൾ ഇതിനകത്ത് നിൽക്കുന്നതായിട്ട് കാണാം. എൻ്റെ കോയിക്കാർപ്പില്ലേ, ഇണങ്ങിയതാണോ എന്നറിയില്ല കേട്ടോ. ഇണങ്ങിയതല്ല, വേണമെങ്കിൽ പക്ഷെ നിങ്ങൾക്ക് ഇണക്കിയെടുക്കാം. ഇവിടെ നോക്കിയാൽ അടുത്തൊരു പോണ്ട് കാണാം. ഇതിനകത്ത് ഫുള്ളായിട്ട് ഗപ്പി മീനുകളാണ് കിടപ്പുള്ളത് കണ്ടോ. അതിനകത്ത് ഒരു താമരയൊക്കെ ഇട്ട് നല്ല രസമാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ചുറ്റുവട്ടം വരുന്നത്. ഇവിടെ ആയിട്ടൊരു ഔട്ട് ഹൗസ് കാണാം. എങ്ങനെയാ വെച്ചാൽ ഇവിടുത്തെ പണിക്കാർക്ക് താമസിക്കാൻ അവർക്കുള്ള താമസ സൗകര്യം, കിച്ചൺ, പിന്നെ അതിന് മേളിലേക്ക് ഒരു പാർട്ടി ഏരിയ, ആ രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ചുറ്റുവട്ടം ഒത്തിരി ഫ്രൂട്ട് പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വീട് പൂർണ്ണമായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് വാസ്തുശാസ്ത്ര പ്രകാരമാണ്. എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിപ്പോൾ കിണറിൻ്റെ സ്ഥാനമായാലും എല്ലാ കാര്യങ്ങളും ആ രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്കിനി ഈ വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഇതിനകത്തുള്ള തടിപ്പണികളെല്ലാം ചെയ്തിട്ടുള്ളത് തേക്കും തടിയിലാണ്. നമുക്ക് ഈ താഴത്തെ യൂണിറ്റ് വന്നിട്ട് ഒരു സെപ്പറേറ്റ് യൂണിറ്റാണ്, മേളത്തെ സെപ്പറേറ്റ് യൂണിറ്റാണ്. ആ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ കാണുന്ന ഫർണിച്ചർ അടക്കം നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും. ഈ കാണുന്നതാണ് നമ്മുടെ ലിവിങ് സ്പേസ്. അവിടെ നേരെ പോകുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും. അകത്ത് ചെയ്തിട്ടുള്ള വർക്കുകൾ കണ്ടോ, ഒത്തിരി അധികം വർക്കുകൾ. അതായത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്തിരുന്നതാണ്. പിന്നീട് വീടിങ്ങനെ ചുമ്മാ അടച്ചുപൂട്ടി ഇടാണ്ടിരിക്കാനാണ് ഒരു ഹോം സ്റ്റേ ലൈസൻസ് എടുത്ത് ഇതിപ്പം വാടകയ്ക്ക് നൽകുന്നത്. ഇപ്പോൾ ഹോം സ്റ്റേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വീട് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇപ്പം വേറൊരു പാർട്ടിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വാടക കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്നും കയറി ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റത്തില്ല. ഇതൊരു ഹോം സ്റ്റേ ആയിട്ട് കൊടുത്തിരുന്നതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചൺ സ്പേസ്. ഫുള്ളായിട്ട് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചിമ്മിനിയും ഹോബും കാര്യങ്ങളും എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാൻ സാധിക്കും. ഈ ഒരു ബാക്ക് യാർഡ് നമ്മൾ നേരത്തെ കാണിച്ചതാണ്. ശരിക്കും ഈ ഒരു ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരു 1 BHK വീടാണ് കേട്ടോ. ആ ഒരു രീതിയിലാണ് ഔട്ട് ഹൗസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിനകത്ത് 3 ബെഡ്റൂംസാണ് വരുന്നത് കേട്ടോ. അല്ലാണ്ട് ഈ കാണുന്നത് പോലെ നമുക്കൊരു പൂജാമുറിയും ഈ ഒരു വീടിൻ്റെ പ്രത്യേകതയാണ്. ഇതിപ്പോൾ ഒരു പൂജാമുറിയായിട്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ടോ ഏത് രീതിയിലും ഉപയോഗപ്പെടുത്താം. ഈ കാണുന്ന പോലെ ഒരു റൂം. ഇതിലായാലും ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് ഉള്ളിലുള്ള ഡോസ് ആയാലും എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് തേക്കും തടിയിലാണ്. ഇതിനകത്ത് ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇനി നമുക്കിതിലൊന്നും വാങ്ങേണ്ട കാര്യമില്ല. നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനായാലും ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ഹോം സ്റ്റേ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാനാണെങ്കിലും പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം പ്രീമിയം ഫിറ്റിങ്സ് ആണ് കേട്ടോ. യെസ്കോ പോലുള്ള ബ്രാൻഡ്സ് ആണ് ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കോമൺ ബാത്റൂം കാണാൻ സാധിക്കും.
ഇതാ ഇവിടെ ആയിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിന് വേണമെങ്കിൽ ആ ഒരു കോമൺ ബാത്റൂം ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ റൂമുകളിലും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ ഈ കാണുന്ന പോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ ആയിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതിലായാലും ഇതുപോലെ ഒത്തിരിയധികം കബോർഡ് വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ സിമിലർ ഫിറ്റിങ്സ് ആണ്. യെസ്കോ പോലുള്ള ഫിറ്റിങ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റെയർ റൂം സെപ്പറേറ്റ് വരുന്നതുകൊണ്ട് രണ്ടും 2 യൂണിറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിത് സെപ്പറേറ്റ് ഈസിയാണ്. നിങ്ങൾക്ക് 2 ഫാമിലി ആയിട്ട് താമസിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന വീടാണ്. ഇതിലായാലും ഇൻറ്റീരിയർ വർക്കിനൊന്നും ഒരു രീതിയിലുള്ള കുറവുമില്ല. ഇവിടെയൊക്കെ നോക്കിയാൽ ഫുള്ളായിട്ട് ഇതുപോലെ ക്ലാഡിംഗ് ടൈൽ ഒട്ടിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ലിവിങ് സ്പേസ് നീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ കാണുന്ന പോലെ ഡൈനിങ് സ്പേസ് വരും. ഇവിടെ ആയിട്ട് നമ്മുടെ വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. കിച്ചൺ വരുമ്പോഴത്തേക്കും നമ്മൾ താഴെ കണ്ടതിൽ നിന്നും കുറച്ചുകൂടെ ഗ്രാൻഡ് ആയിട്ടാണ് ഈ ഒരു കിച്ചണൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഒത്തിരിയധികം മോഡുലാർ കിച്ചൻ്റെ വർക്ക് ചെയ്ത് ഇൻറ്റീരിയർ, അതായത് നമ്മുടെ സ്റ്റോറേജ് സ്പേസ് ഒത്തിരിയധികം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ വരുന്നത് നമ്മുടെ ഒരു വർക്ക് ഏരിയയിലേക്കാണ്. ഇവിടെ നിന്ന് അടുത്ത എൻട്രൻസ് വരുന്നത് നമ്മുടെ ഔട്ട് ഹൗസിൻ്റെ മേളത്തെ സ്പേസ് ആണ് കേട്ടോ. ഇതുപോലെ കവേർഡ് സ്പേസ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ ചെറിയൊരു പാർട്ടി ഏരിയ ആയിട്ടൊക്കെ പ്രയോജനപ്പെടുത്താം. ഈ ഒരു നിലയിൽ നമുക്ക് 3 ബെഡ്റൂംസ് ആണ് വരുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. താഴത്തെ നിലയിൽ കണ്ട അതേ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ സിമിലർ ഫിറ്റിങ്സ് ആണ്. യെസ്കോ പോലുള്ള പ്രീമിയം ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാണ്ട് നമുക്ക് 2 ബെഡ്റൂംസ് കൂടെ വരുന്നുണ്ട്. ഇത് അടുത്തൊരു ബെഡ്റൂമാണ്. ഇതിനകത്ത് കബോർഡ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതിന് ഈ കാണുന്ന ബാത്റൂം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ ഒരു ബാത്റൂമിന് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ നിന്നുകൂടെ എൻട്രൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. എല്ലാ റൂമുകളിലും ഇതുപോലെ തന്നെ കബോർഡ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുമുണ്ട്. നമുക്ക് ഈ ഒരു ബാൽക്കണി സ്പേസ് അല്ലാണ്ട് നമ്മുടെ ലിവിങ് സ്പേസിൽ നിന്ന് എൻട്രൻസ് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ബാൽക്കണിയും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ തന്നെ വിളിച്ച് ഡീലാക്കാവുന്നതാണ്. നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില 2,40,00,000 രൂപയാണ്. ടോട്ടലായിട്ട് 24 സെൻറ്റ് സ്ഥലമുണ്ട്. അതിനകത്ത് നമുക്കിതായി ഈ കാണുന്നത് പോലെ ഗ്രാൻഡായിട്ട് വലിയൊരു വീടാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്കിതായി ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന വീടും സെയിം ഓണറിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ആ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 80 ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും. ഇതിനകത്ത് എന്നു വെച്ചാൽ ഗ്രാൻഡായിട്ടുള്ള വർക്കാണ്. ഈ വീട് എന്നിട്ട് ഏകദേശം 8 വർഷം മാത്രമേ പഴക്കമുള്ളൂ. പക്ഷേ പുത്തൻ കണ്ടീഷനിൽ നല്ല ഗ്രാൻഡായിട്ടുള്ള ഇൻറ്റീരിയറും ഒത്തിരിയധികം വർക്ക് എങ്ങനെ വെച്ചാൽ നല്ല രീതിയിൽ പൈസ മുടക്കി ചെയ്തിട്ടുള്ള വീടാണ്. അതുപോലെ തന്നെ ചുറ്റുവട്ടമൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അത്രയും നല്ലൊരു ലക്ഷറി ഫീൽ തരുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ്. ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കാം. ഉദ്ദേശിക്കുന്ന വില 2,40,00,000 രൂപയാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ച് ബജറ്റ് കുറവാണ്, ഒരു 80 ലക്ഷം രൂപയാണെങ്കിൽ ദേ കാണുന്ന വീട് ഒരു 16 സെൻറ്റ് സ്ഥലത്ത് 1300 സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു വീടാണ്. ആ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ആറ്റിങ്ങൽ ടൗണിൽ കയറാൻ സാധിക്കും. അതുപോലെ വർക്കല സൈഡ് ആറ്റിങ്ങൽ ബൈപ്പാസിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് വരുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ്.